മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പണിംഗിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ അതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. Morning Priya and morning viewers. നിഫ്റ്റിയെ സംബന്ധിച്ച് 21,650 എന്നൊരു ലെവലിലും താഴേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 21,630 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി മുന്നോട്ട് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം ഓഹരികളും ഇന്നത്തെ വിപണിയിൽ ഒരു ഇടിവിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. ഇനി പ്രധാനമായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഇതൊരു ഇടിവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല. All that we can say is that നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് നടത്തി വരുന്നു. ആൻഡ് അത് വളരെ നാച്ചുറൽ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഒത്തിരി നേട്ടം നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ നൽകിയിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 21,850 and as major support at 21,300 points. ഒരു 21,300 മുതൽ 21,800 850 ആ ഒരു റേഞ്ചിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ട്രെൻഡ് സൈഡ് വേസ്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സൂചികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സൂചികളും ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അതിനിടയിൽ പോലും നിഫ്റ്റി FMCG സൂചിക്ക് 0.55% നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 317ഓളം പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റമാണ് വ്യാപാരം തുടങ്ങി ആദ്യ 15 മിനിറ്റുള്ള ഈ ഒരു സൂചിക്ക് നേടാൻ സാധിച്ചത്. 57,526.9 എന്നൊരു റേഞ്ചാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി FMCGയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ സൂചിയിൽ സാറിന്റെ ഫോക്കസ് ഉള്ള ഓഹരികൾ ഏതൊക്കെയാണ്? സോ ആദ്യം ഫോക്കസ് ഉള്ള സ്റ്റോക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 സ്റ്റോക്സ് വിച്ച് കാര്യമായിട്ട് മൂവ്മെന്റ് ഇത് നൽകിയിട്ടില്ല. വൺ ഇസ് മാരിക്കോ, സെക്കൻഡ് വൺ ഇസ് ITC ലിമിറ്റഡ്. സോ ഈ 2 സ്റ്റോക്സും ഒത്തിരി കൺസോൾട്ടേഷൻ കറക്ഷന് ശേഷം വീണ്ടും ഒരു റിക്കവറി ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 2-3 സെഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ കൺസ്യൂമർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ മുതലായ സ്റ്റോക്സിലായിരുന്നു നമുക്ക് ഏറ്റവും അധികം നേട്ടം കാണാൻ സാധിച്ചത്. ആൻഡ് ദാറ്റ് ആക്ച്വലി ഇസ് ദ റീസൺ വൈ നമുക്ക് FMCG സെക്ടറിൽ ഇത്രത്തോളം ശക്തി കാണാൻ സാധിക്കുന്നത്. FMCG സെക്ടറിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. നല്ല ഫൈനാൻഷ്യൽസ് കാഴ്ചവെച്ചിരിക്കുന്ന കമ്പനീസിന്റെ പൊസിഷനിൽ നമുക്ക് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. My expectation is that Nifty FMCG index ഈ ലെവലിൽ നിന്നും വീണ്ടും ഒരു 250 മുതൽ 400 പോയിന്റിന്റെ നേട്ടം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഒപ്പം തന്നെ അടുത്തൊരു ഓഹരി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ റിസൾട്ട് സീസൺ ആരംഭിക്കാനിരിക്കെ പല കമ്പനികളും അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ധനലക്ഷ്മി ബാങ്കും അവരുടെ 3ാം ക്വാർട്ടറിലെ ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് 11% ഒരു വർധനവ് അവരുടെ ബിസിനസ്സിൽ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ടോട്ടൽ ബിസിനസ് 24,657 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ ഡിപ്പോസിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായ്പ അഡ്വാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 11% ഒരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിന്റെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിലും കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 50% ഒരു സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിലുള്ള സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓഹരിയാണോ? ഹൈലി സ്പെക്യുലേറ്റീവ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധനലക്ഷ്മി ബാങ്കിന് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കമ്പനിയുടെ മാനേജ്മെന്റിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ സ്റ്റോക്ക്. കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ നിഫ്റ്റി 50ലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കണ്ട ബുള്ളിഷ്നെസ്സിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോ റിസ്ക് എൻട്രി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ഈ ഒരു ലേറ്റസ്റ്റ് ഫൈനാൻഷ്യൽ റിസൾട്ട്സിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ.
സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സോളാർ പവറിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ജെൻസോൾ എന്ന് പറയുന്നത്. ജെൻസോളിനെ സംബന്ധിച്ച് പറയാം, കഴിഞ്ഞ ദിവസം QIP വഴി ഒരു 300 കോടി രൂപ കമ്പനി സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കമ്പനിക്ക് ഇപ്പോൾ ഒരു പുതിയ ഓർഡർ, ഏകദേശം ഒരു 139 കോടി രൂപയുടെ ഓർഡർ കൂടി കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിലും കഴിഞ്ഞ 2023 വളരെ മികച്ചൊരു പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 139% നേട്ടം നൽകിയ ഒരു ഓഹരിയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഓഹരിയിൽ ഇന്നും ഇപ്പോൾ ഏകദേശം വളരെ മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 2% മുകളിലാണ് ഈ ഇടിവിൽ തുടരുന്ന ഒരു വിപണിയിൽ പോലും ഈ ഒരു ഓഹരി ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ജെൻസോളിനെ സംബന്ധിച്ച് സാർ എങ്ങനെയാണ് ലോങ് ടേമിലേക്ക് വിലയിരുത്തുന്നത്? സോ ഇതൊരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്, മിഡ് ഓർ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് കമന്റ്സ് ഒന്നും തന്നെ ഇല്ല. ബട്ട് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 880 ആൻഡ് 940 കാണുന്നുണ്ട്. സോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിന് വീണ്ടും ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം നൽകാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സിമന്റ് സെക്ടറിലെ ഒരു ഓഹരി അൾട്രാടെക് സിമന്റിനെ കുറിച്ചാണ്. സിമന്റ് സെക്ടറിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു മുന്നോട്ടേക്ക് വളരെയധികം ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒക്കെ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ ഡെവലപ്മെന്റ്സും അതുപോലെ തന്നെ കൂടുതൽ ഇനിഷ്യേറ്റീവ്സും ഒക്കെ തന്നെ വരാനിരിക്കെ സിമന്റ് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ്, സിമന്റിലൊക്കെ തന്നെ ഒരു ഡിമാൻഡ് വർധനവ് മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സിമന്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിമന്റ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇത് ബാധിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇതിൽ അൾട്രാടെക് സിമന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഈ പറയുന്ന പോലെ ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് കൺസോളിഡേറ്റഡ് സെയിൽസിലൊക്കെ തന്നെ ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 6% ഒരു വർധനവൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിലും അവരുടെ സെയിൽസ് വോളിയത്തിൽ 5% ഒരു നേട്ടം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല സിമന്റ് സ്റ്റോക്കുകൾ മുന്നോട്ടേക്ക് ഒരു സാധ്യത നിലനിർത്തുമ്പോൾ അൾട്രാടെക് സിമന്റിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? So Ultratech is easily one of my favorite Nifty 50 stock. In the cement sector, naturally it is one of my favorite cement stocks. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയതിനെ തുടർന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ഉള്ളതല്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 9750 ലെവൽ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ഓട്ടോ മേഖലയിലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഓഹരി ഇപ്പോൾ 0.27% ഒരു നേട്ടമാണ് കാഴ്ചവെക്കുന്നത്. ഇന്നലെ ശക്തമായിട്ടൊരു കറക്ഷന് ശേഷമാണ് ഓഹരിയിൽ നിന്നിപ്പോൾ ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഓട്ടോ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം ഒരു മുന്നേറ്റം നടത്താത്തൊരു ഓഹരിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ മഹീന്ദ്ര ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ രണ്ടും തന്നെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി പ്രോബ്ലം ഈ അൾട്രാടെക് സിമെന്റ് പോലെ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് 1600, 620, 1760 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരുന്ന ഒരു സമയമാണ് ആൻഡ് സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാച്ചുറലി ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. 1620 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ നിക്ഷേപകരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പ്സിനെ സംബന്ധിച്ച് തന്നെ ആയിരിക്കും. അദാനി ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് 6% നേട്ടത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അദാനി പോർട്സും 4% നേട്ടം നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഇപ്പോൾ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് വളരെ റോളർ കോസ്റ്റർ ആയിട്ടുള്ള
ഒരു സംഭവ വികാസങ്ങളാണ് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം അദാനി ഓഹരികളിൽ ഉണ്ടായിരുന്ന വലിയൊരു തകർച്ച, അതിനുശേഷം അതിൽ നിന്നും ഒരു റിക്കവറി, ഒപ്പം തന്നെ GQG പാർട്ട്നേഴ്സിന്റെ നിർണായകമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത്തരത്തിൽ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. സോ അദാനി ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അദാനി ഓഹരികളിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? Extremely positive, extremely bullish. Only problem is അഡാനി ഗ്രൂപ്പിന് ഒത്തിരി കടങ്ങളുണ്ട്. ആൻഡ് നമ്മൾ ഓൾവേസ് ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാനി ഗ്രൂപ്പിലെ ഹൈ വോളറ്റിലിറ്റി ഏത് നിമിഷവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അറ്റ് ദ മൊമെന്റ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഓൺലി തിങ് ഇസ് ഇന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ആഴ്ച എപ്പോഴെങ്കിലും ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. സാർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് IT സൂചികയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ്. IT സൂചികയിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഒരുപക്ഷെ നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്ന സൂചികകളിൽ ഒന്നായിട്ട് IT മാറിയിട്ടുണ്ട്. 1.67% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. IT സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രത്യേകിച്ചും ഇന്നലെ US വിപണിയിൽ ടെക് ഹെവി ആയിട്ടുള്ള നാസ്ഡാക്കിലെ ശക്തമായിട്ടൊരു കറക്ഷൻ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു റിഫ്ലക്ഷൻസ് ആണോ നമ്മുടെ ഒരു വിപണിയിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്? സോ അല്ല, പറഞ്ഞ വളരെ ശരിയാ. ഇന്ന് IT സെക്ടറിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു വീക്ക്നെസ് നമ്മളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ് us വെയിറ്റ് ഫോർ ദ സ്റ്റോക്സ് ടു സെറ്റിൽ ഡൗൺ. ഈ സ്റ്റോക്സ് ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് IT മേഖലയിൽ വീണ്ടും ഒരു ബൈയിങ് അവസരം ലഭിക്കും. ബട്ട് ഇന്ന് ടുഡേ ലെറ്റ് us just avoid IT. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കോൾ ഇന്ത്യ തന്നെയാണ്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് തുടർച്ചയായ 2 സെഷനിലൊക്കെ തന്നെ ഈ ഒരു വർഷം ആരംഭിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ടോട്ടൽ പ്രൊഡക്ഷനിലൊക്കെ തന്നെ വലിയൊരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഫസ്റ്റ് 9 months പൂർത്തിയാക്കുമ്പോൾ അവരുടെ ടാർഗറ്റിൽ നിന്നും 2 ഭാഗവും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ കോൾ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബിസിനസ്സിൽ അവർക്ക് വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 76% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൾ ഇന്ത്യയുടെ സ്റ്റോക്കിനും സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് കോൾ ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതകളുണ്ട്? സോ കോൾ ഇന്ത്യയുടെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ടു ബി വെരി ബുള്ളിഷ്. സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഇതിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ വില വെറും 220 രൂപയായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് അവസാനിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് 400 രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നാച്ചുറലി വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ വിത്ത് അവർ ലോങ് പൊസിഷൻ. യെസ് സാർ. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഹോട്ടൽ സെഗ്മെന്റിൽ ലെമൺ ട്രീ ഹോട്ടൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓഹരിയിലേക്ക് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ 52-week ഹൈ ആയിട്ടുള്ള 135.8 എന്നൊരു റേഞ്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 0.5% മുകളിൽ നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലെമൺ ട്രീയെ പറ്റി സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേമിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? വെരി ബുള്ളിഷ്. ഇൻഫാക്ട് ഇതില് ഇന്നലെ നമുക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു. ഡിസംബർ മാസത്തില് 1,20,00,000 യാത്രക്കാരായിരുന്നു വിമാനങ്ങളിൽ ട്രാവൽ ചെയ്തത്. സോ 1,20,00,000 പീപ്പിൾ വിമാനത്തിൽ ട്രാവൽ ചെയ്തു എന്ന് അറിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകേണ്ടത് ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും വുഡ് ഹാവ് ഗോൺ ഫോർ എ ഹോളിഡേ. സോ നാച്ചുറലി ഒരു ഹോളിഡേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ താമസിക്കാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ഇൻ എ ഹോട്ടൽ. ആൻഡ് നാച്ചുറലി ഹോട്ടൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയുടെ കാഴ്ചപ്പാട് വളരെ ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഇത് ലെമൺ ട്രീ മാത്രമല്ല, ഇന്ത്യൻ ഹോട്ടൽ, ബനാറസ് ഹോട്ടൽ, അദ്വാനി ഹോട്ടൽ, ഏത് ഹോട്ടൽ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ ഒരു ഇത്രയും നല്ലൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ 2023 എല്ലാ ഹോട്ടൽ സ്റ്റോക്സും നമുക്ക് ഒത്തിരി നേട്ടം നൽകി കഴിഞ്ഞു. സോ അറ്റ് ദിസ് മൊമെന്റ് അൾട്രാടെക് സിമെന്റിലും
മഹീന്ദ്രയിലും ഒക്കെ പറഞ്ഞ സെയിം വ്യൂ ഐ എം റിപ്പീറ്റിംഗ്. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്, ബട്ട് ബി വെരി വെരി കെയർഫുൾ. നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി മേജർ ഇൻഡസസ് എല്ലാം വീക്ക്നെസ് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റൊരു ഓഹരി ചോദിക്കാൻ രണ്ട് ഓഹരികളെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ യെസ് ബാങ്കും ഒപ്പം തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമാണ്. ഈ രണ്ട് ബാങ്കുകളും അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ റിലീസ് ചെയ്തപ്പോൾ യെസ് ബാങ്കിനെ സംബന്ധിച്ച് ഡിപ്പോസിറ്റിൽ ഒരു 13% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാസ റേഷ്യോ നോക്കുകയാണെങ്കിലും 29.67% ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേക്ക് വരുന്ന സമയത്ത് ഡിപ്പോസിറ്റിൽ 17% വർധനവ് ഇത്തവണ അവർക്ക് ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അഡ്വാൻസ് നോക്കുകയാണെങ്കിലും 20% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്കും സാധിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് ഓഹരികളെ സംബന്ധിച്ച് ഈ ഒരു നല്ല നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? നേരത്തെ പ്രിയ എൻ്റെ അടുക്ക ധനലക്ഷ്മി ബാങ്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു. സെയിം കൈൻഡ് ഓഫ് വ്യൂ ഓൺലി യെസ് ബാങ്കിലും നൽകാനുള്ളത്. യെസ് ബാങ്കിന് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒത്തിരി മാനേജ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഗ്രാജുവലായിട്ട് നമ്മൾ യെസ് ബാങ്കിനെ കുറിച്ച് നല്ല ന്യൂസ് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്. അതൊരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രം അറൌണ്ട് 19 rupees ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 23 രൂപ 40 പൈസ വരെ എത്തിയിരുന്നു. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. കറക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 21 രൂപയായിരിക്കും. സർ, അടുത്തതായിട്ട് ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ഒരു ഓഹരിയെ പറ്റിയാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹെവി വെയിറ്റിൽ HDFC ബാങ്ക് നിലവിൽ 0.2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ജൂലൈ മാസത്തിലായിരുന്നു 52 വീക്ക് ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മ്യൂട്ടഡായിട്ട് മറ്റുള്ള ഇപ്പോൾ ICICI പോലെയുള്ള മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചിട്ട് വളരെ മ്യൂട്ടഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ ഒരു വർഷം HDFC ബാങ്കിന് നടത്താൻ സാധിച്ചത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിലേക്ക് എൻട്രി നടത്താനുള്ളൊരു ടൈം ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും HDFC ബാങ്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് HDFC ആയിട്ടുള്ള മേജർ സമയം മുതൽ ഇറ്റ് ഹാസ് ബീൻ എ ബിഗ് അണ്ടർ പെർഫോമർ ഇൻ ദ മാർക്കറ്റ്. ആൻഡ് കഴിഞ്ഞ നവംബർ മാസത്തിൽ 1460 രൂപ എത്തിയതിനു ശേഷമായിരുന്നു സ്റ്റോക്കിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിച്ചത്. സോ നവംബർ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കൂടെ തന്നെ ഒരു കറക്ഷനും നേരിടാതെ ഈ സ്റ്റോക്ക് 1720 രൂപ വരെ എത്തിയിട്ടുണ്ട്. സിൻസ് ദ ലാസ്റ്റ് 4 സെഷൻസ് നമുക്ക് ചെറിയ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഫ്രം ആ ഷോർട്ട് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റോക്ക് 1702 രൂപയുടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. അതല്ലെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ ടു വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നു. അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് അടുത്ത 2-3 സെഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേജർ സപ്പോർട്ടർ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1640 രൂപയായിരിക്കും. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സൊമാറ്റോ ആണ്. സൊമാറ്റോ ഇന്നത്തെ വിപണിയിൽ 0.3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. സൊമാറ്റോയെ സംബന്ധിച്ച് ജനുവരി 1 മുതൽ അവർ പ്ലാറ്റ്ഫോം ചാർജസ് ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 4 രൂപയാക്കിയിട്ട് അത് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈ സൊമാറ്റോയെ സംബന്ധിച്ച് സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനീസിനെ സംബന്ധിച്ച് ജനുവരി 1-ാം തീയതി വലിയ റെക്കോർഡ് ഓർഡർ ഒക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സൊമാറ്റോ ഇത്തരം പ്ലാറ്റ്ഫോം ചാർജസ് ഒക്കെ തന്നെ ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇനി മുന്നോട്ടേക്ക് അവരുടെ മാർജിനിലൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രൊഫിറ്റബിലിറ്റിയിലൊക്കെ തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. സൊമാറ്റോയിലുള്ള സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? മുന്നോട്ടേക്ക് അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സിൽ അതൊരു നല്ല പെർഫോമൻസ്, ഇംപ്രൂവ്ഡ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്.
ആൻഡ് സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു 5-8 മാസത്തിനിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഐ എം എക്സ്പെക്ടിങ് എ ന്യൂ ഓൾ ടൈം ഹൈ. നിലവിൽ സ്റ്റോക്കിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്ന ഇറ്റ് ഈസ് അറൌണ്ട് ദ 170 ലെവൽ. സോ മൈ എക്സ്പെക്ടേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഹോളിഡേ സീസണിന് ശേഷം ഇറ്റ് ഹാസ് ബീൻ എ ഫാന്റാസ്റ്റിക് ടൈം ഫോർ ദ ഇന്ത്യൻ ഇക്കോണമി. സോ കാർ സെയിൽസ് ആയിക്കോട്ടെ, ഹൗസിംഗ് സെയിൽസ് ആയിക്കോട്ടെ, ട്രാവൽ പ്ലാൻസ് ആയിക്കോട്ടെ, ഇറ്റ് ഹാസ് ഓൾ ബീൻ ഫാന്റാസ്റ്റിക്. സോ നാച്ചുറലി ഡിസ്ക്രിഷണറി, അതായത് നമ്മള് അത്യാവശ്യം അല്ലാത്തുള്ള ചെലവിന് വേണ്ടി കൂടുതൽ പണം ഇന്ത്യൻസ് ചെലവാക്കുന്നുണ്ട്. നാച്ചുറലി സൊമാറ്റോ പോലെയുള്ള സ്റ്റോക്സിനൊക്കെ അത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫാന്റാസ്റ്റിക് ടൈം. സോ നമുക്ക് കറക്ഷൻ നടക്കുന്ന സമയത്ത് നാച്ചുറലി ഈ സ്റ്റോക്സിലൊക്കെ തന്നെ ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാം. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 132 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിൽ യു വിൽ സീ സം മോർ മൊമെന്റം. സർ, അടുത്തതായിട്ട് അപ്പോളോ മൈക്രോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ നിലവിൽ 2.77% നേട്ടം നൽകി 128.3 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2023 നവംബർ 20-നായിരുന്നു 52 ഹൈ റേഞ്ച് ആയിട്ടുള്ള 161.7 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഓഹരി ഒരു കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഓഹരി കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 16% നേട്ടമാണ് ഒരു കഴിഞ്ഞ ഒരാഴ്ച മാത്രമായിട്ട് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 2023 എന്നൊരു വർഷത്തിലേക്ക് നോക്കുക, ഏകദേശം 300%-ലധികം നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ്. അപ്പോളോ മൈക്രോ സിസ്റ്റംസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഈ ഒരു ഓഹരിയിൽ സമയമായിട്ടുണ്ടോ? അനല്ല, ഈ സ്റ്റോക്ക് നവംബർ മാസത്തില് 162 രൂപ എത്തിയതിനു ശേഷം കനത്തൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് തന്നെ നമ്മൾ കരുതണം. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ വീണ്ടും ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 134 മുതൽ 141 വരെ ആയിരിക്കും ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് സോൺ. സോ ആ ഒരു ഏരിയ എത്തുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക പ്രോഫിറ്റ് എടുക്കാനായിട്ട്. മറ്റൊരു ഓഹരി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വോഡഫോൺ ഐഡിയയുടെ ഓഹരി തന്നെയാണ്. ഇന്നത്തെ വിപണിയിൽ ഒരു ഇടിവോടുകൂടി 15 രൂപ നിരക്കിലാണ് ഇപ്പോൾ വോഡഫോൺ ഐഡിയ ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് എലൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായിട്ട് പങ്കാളിത്തം ഉണ്ടാകുന്നു എന്ന തരത്തിലൊക്കെ തന്നെ റിപ്പോർട്ടുകൾ വരികയും ഇവർ അത് നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നിഷേധിച്ചതിന് പിന്നാലെ വീണ്ടും ഒരു ഇടിവിലേക്ക് തന്നെയായിരുന്നു വോഡഫോൺ ഐഡിയയുടെ ഓഹരികൾ പോയിട്ടുണ്ടായിരുന്നത്. സോ വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഞാൻ നേരത്തെ ധനലക്ഷ്മി ബാങ്ക് അതുപോലെ തന്നെ യെസ് ബാങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ വോഡഫോണിന്റെ കേസും ഇറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ ടേൺ റൗണ്ട്. ബട്ട് അൺലൈക്ക് ധനലക്ഷ്മി ആൻഡ് അൺലൈക്ക് യെസ് ബാങ്ക്, നമുക്ക് വോഡഫോണിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഒരു കൺഫർമേറ്റീവ് ന്യൂസും കിട്ടിയിട്ടില്ല. സോ മാർക്കറ്റിന് അണ്ടർടോൺ ഇത്രത്തോളം ബുള്ളിഷ് ആകുന്നതിനെ തുടർന്ന് നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വലിയ റൂമേഴ്സ് കേൾക്കാൻ സാധിക്കുന്നത്. സോ നാച്ചുറലി വോഡഫോൺ ഇന്ത്യ രക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ബട്ട് ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കുന്നത് ഇറ്റ്സ് വെരി റിസ്കി. നമ്മുടെ കൈവശ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് 15 രൂപയായിരിക്കണം മേജർ സപ്പോർട്ട് ഏരിയ. സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ സാറിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയിലൊരു കമ്പനിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. സൺഫാർമയിലേക്കാണ് സാറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൺഫാർമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈഫ് ടൈം ഹൈയിലേക്ക് ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നു 1304.65 എന്നൊരു റേഞ്ചിൽ. ഇപ്പോൾ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തി 1297 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൺഫാർമയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല പറഞ്ഞത് ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US FDA
ഒരു അനൗൺസ്മെന്റും ഇല്ലാതെ പെട്ടെന്നൊന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു, ആ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഒബ്സർവേഷൻ നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സ്റ്റോക്സിൽ വലിയ കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും സൺ ഫാർമ ഇസ് ആൻ ഇൻഡസ്ട്രി ലീഡർ, എക്സലന്റ് മാനേജ്മെന്റ് ആൻഡ് എക്സലന്റ് ഫൈനാൻഷ്യൽസ്. ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ അടുത്ത മേജർ 2 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1310 രൂപയും അതിനെ തുടർന്ന് 1340 രൂപയിലോ കാണുന്നത്.